എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വല്യപ്പ മരിച്ചിട്ട് 35 വർഷമായി. അതായത് എൻ്റെ വയസ്സ് തന്നെയാണ്. വല്യപ്പ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ വയസ്സ് തന്നെയാണ് വല്യപ്പാക്ക് കാണിക്കുന്നത്. 35 വർഷമായി. എല്ലാവരും ഉണ്ടായില്ലേ കൂട്ടം കുടുംബമൊക്കെ. ഈ ടൗൺ ഏതാ? അതല്ലാരാണ് നിങ്ങൾ പറയും. അതാരാണ്? ഞാനാ? ആ നിങ്ങളല്ല. ഇന്നപ്പോ ഞാന് ഇന്നപ്പോ 35 വർഷമായി വാപ്പ വെച്ചിട്ട്. അപ്പോൾ വാപ്പ മരിച്ചിട്ട് 35 വർഷമായിട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇതേമാതിരി ഗംഭീരമായ പരിപാടികളൊക്കെ നടത്തലുണ്ട്. അതൊന്നും വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ അത്ര നമുക്കത് ചിന്തിച്ചിട്ടില്ല. ഏതായാലും ഇപ്രാവശ്യം വീഡിയോ ഉഷാറാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നോമ്പ് തുറക്കാനുള്ള സമയത്തേക്കുള്ള ചപ്പാത്തി അല്ല പത്തിരി അതേമാതിരി പത്തിരിക്കുള്ള കറി ചിക്കൻ കുറുമ കറി അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്, തയ്യാറെടുപ്പിലാണ്, റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉള്ളി തക്കാളി ഇറച്ചി അതൊക്കെ റെഡിയായി ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടി കുറച്ച് നോമ്പുകള്ളന്മാരും ഇതൊക്കെ പോയി നോമ്പുകള്ളനാണ്. എവിടെയാണ് നോമ്പ് തുറ? ആ അവിടെ തന്നെ. ഇവിടെ എന്നാ അങ്കൽവാടിയോ? ഇപ്പൊ നോമ്പ് തുറക്കാനുള്ള എണ്ണ പലഹാരങ്ങൾ, അതായത് സമൂസ, പിന്നെ കൊക്കവട, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസുകളാണ്. ഇത് സമൂസ പൊരിക്ക് അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നത് നമ്മളെ എൻ്റെ അളാപ്പ, അതായത് ചെറിയാപ്പൂ. എല്ലാവർക്കും അറിയാം, നാട്ടിലെ കാര്യപ്പെട്ട ആളാണ്. അത് പിന്നെ വേറെ ആളാപ്പാണ് സുന്നി. സുന്നിൻ്റെ പെണ്ണുങ്ങൾ, അത് ഒരമ്മായിൻ്റെ മകള്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ KT കുടുംബം ഫുൾ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വരും ചെയ്യും. കുറേ ആൾക്കാർ വരാത്തുണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ, അതിനുള്ള വള്ളത്തിലുള്ള തയ്യാറെടുപ്പാണ്. അതിനുള്ള ഫ്രൂട്ട്സ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സമൂസ പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കീപ്പിട്ട് പോവുകയാണ്. അടുപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് രണ്ടമ്മായിയാൾ സമൂസ പൊരി അവിടെ ഗംഭീരമായി പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് കൊക്കവടയും നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സമൂസ പൊരിച്ചിട്ട് പിന്നെ കൊക്കവട പൊരിക്കുക, അങ്ങനെയാണ് അതിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കൊക്കവടയാണ് പൊരിക്കുന്നത് കേട്ടോ. പിന്നെ ചോറിൻ്റെ പരിപാടി പറഞ്ഞാൽ ചോറ് ഇപ്പം നമ്മളവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കാറ്ററിങ്ങിന് ഏൽപ്പിച്ചാണ്ട് നമ്മളവിടുത്തെ ഒരാളുടെ റഷീദാക്കാരൻ മൂപ്പര് തന്നെയാണ്. ഏതായാലും നമ്മളവിടെ ചോറൊക്കെ മൂപ്പര് തന്നെ ഉണ്ടാക്കി തരില്ലേ. അപ്പോൾ മൂപ്പര് ഏൽപ്പിച്ചൊക്കെയാണ് ചോറ്. അപ്പോൾ അതങ്ങനെ ആ പരിപാടി അങ്ങനെ മൂപ്പര് ആ സമയത്തേക്ക് എത്തിച്ചപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന മുന്തിരി അതിൻ്റെ അമ്മയാണ്. പിന്നെ അവിടെ വേറെ ആളാപ്പാര പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ജ്യൂസ് അടിച്ചാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പൈനാപ്പിളാണ് ജ്യൂസ്. അതിൻ്റെ മിക്സിയിൽ അടിച്ചാണെങ്കിൽ ഒക്കെ റെഡിയായി നിൽക്കുക. ഏകദേശം ഇപ്പോൾ 3 മണി സമയമായിരിക്കണം. അപ്പോൾ അതിന് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ അതിന് എല്ലാ പരിപാടിയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാതും ഒക്കെ റെഡിയായി ഇങ്ങനെ ഒക്കെ തയ്യാറായി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസിൻ്റെ പരിപാടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരാൾ ജ്യൂസ് അടിച്ചത്, ഒരാൾ അരിച്ചത്, ഇവിടെ വേറൊരാൾ ജ്യൂസ് അടിച്ചത് അരിച്ചത്, അങ്ങനെ പോകണം. അതൊക്കെ കലാപാര പെണ്ണുങ്ങളാട്ടോ. പൈനാപ്പിൾ ജ്യൂസാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ അവിടെ പരിപാടികളൊക്കെ അങ്ങനെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഈ ബത്തക്കും കാര്യങ്ങളൊക്കെ ചെത്തിയത്. അതൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കി എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ നമ്മൾ ടേബിളും കാര്യങ്ങളും അതേമാതിരി സൈഡിൽ കർട്ടൻ കെട്ടാനും കാര്യങ്ങളൊക്കെ നിന്ന്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഉസ്താദ്മാർ വന്നത്. ഏകദേശം ഒരു 5:30 മണിക്ക് ഉസ്താദ്മാർ വന്ന് യാസീൻ ഓതി, മൗലൂദ് ഓതി, ഫാത്തി ഓതി, ദുആയിരുന്നു, മരിച്ചവർക്കൊക്കെ ദുആയിരുന്നു, ഫാത്തി ഓതി. അപ്പോൾ ഇതിന് ഏകദേശം 6:30 മണിയായി. അപ്പോൾ അതിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ ടേബിൾ മേൽ കാര്യങ്ങൾ ഫുള്ള് ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കൽ തുടങ്ങി കേട്ടോ. മനുഷ്യന് മറവിയേറെ സംഭവം തന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മൾ വല്യപ്പാരും വല്യന്മാരും അങ്ങനെ നമ്മളെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ട് നമ്മൾ വല്ലാതെ ഓർമ്മിച്ചാതെ പോകുന്നത്. ഏതായാലും മരിച്ചവർക്ക്
നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കൊക്കെ എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. സ്വർഗം പഠിച്ച റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും. ആമീൻ. അപ്പോൾ ഇനിയിപ്പോൾ കൊടുക്കുന്ന സമയമായി. എല്ലാവരും കസാലയിലൊക്കെ ഇരുന്ന് സ്റ്റൂളിലൊക്കെ ഇരുന്ന് ഇറക്കി റെഡിയായി ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും റെഡിയായി സ്റ്റൂളും ഇരുത്തിക്കാണ്ട് ഇപ്പോൾ കൊടുക്കണ ഒരു ചെറിയൊരാളാപ്പ് തന്നെയാണ്. നമ്മളെ ഒരാളാപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്നല്ല, പള്ളി നമ്മളെടുത്ത് തന്നെയാണ്. അതുകൊണ്ട് കൊടുക്കണത് നേരിട്ട് കേൾക്കും. അത് കഴിഞ്ഞ് നോമ്പുറന്ന് പിന്നെ നോമ്പുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കൊടുക്കണം, ഭക്ഷണം കഴിക്കണം കേട്ടോ. ആണുങ്ങൾ, അതായത് എല്ലാവരും ആണുങ്ങളൊക്കെ ഇരുന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പോയി ലേഡീസിനും ഇരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റൂള് സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാണ് അതൊക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഇതിൽ ഫാമിലീസിൽ ഇനിയും ഒരുപാട് പേരക്കുട്ടികളും മക്കളും ഒക്കെ വരാനുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ചുരുക്കമുള്ളൂ. ഞങ്ങളെ ഫാമിലി മൊത്തം കൂടിയാൽ തന്നെ ഒരു സ്കൂൾ നടത്താനുള്ള കുട്ടികളുണ്ടാവുന്ന നമ്മളെ കണക്ക്. ഏകദേശം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിക്കണ കയറിയപ്പോൾ അമ്മായിയാളും പേരക്കുട്ടികളും, അമ്മായിയാൾ അളയന്മാരുമുള്ള അളയന്മാർ അങ്ങനെയുള്ള ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സാണ് ഉള്ളിലുള്ളത്. അത് വല്യമ്മേൻ്റെ ഫ്രണ്ട്സാണ്. അതിൻ്റെ അളയമ്മ അങ്ങനെയല്ല ബാക്കി എല്ലാ ഫാമിലി മെമ്പേഴ്സും വരുന്നുണ്ട്. ഇത് പിന്നെ VIP ലോഞ്ചാണ്, കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കുട്ടികൾക്ക്. അതിൻ്റെ അടിയിൽ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയി, ഒരാളപ്പോൾ സൗദിയിലാണ്, അത് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് അതിൻ്റെ അടിയിൽ നമ്മൾ ചെമ്പൊക്കെ വെച്ച് ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ച് ഉസ്താന്മാരെ ചിലവുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓൽക്കും ഫുഡൊക്കെ കൊണ്ടുകൊടുത്ത് ബാക്കിയുള്ള പ്രിപ്പറേഷൻ നല്ല ചോറും കാര്യങ്ങളൊക്കെ, അതേമാതിരി ചിക്കൻ പൊരിച്ചത് ചില്ലി വയ്ക്കാണ്ട വെച്ചിട്ടുള്ളത് അതൊക്കെ വെച്ച് ഒക്കെ ടേബിളിന്മേലൊക്കെ വിരിച്ചൊക്കെ സെറ്റാക്കി തുടങ്ങി കേട്ടോ. ഞാൻ അപ്പോൾ ആൾക്കാരിങ്ങനെ നിസ്കാരം കഴിഞ്ഞിങ്ങനെ വരും, ഒലിത്തും ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഇതിൻ്റെ പരിപാടി. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളെ കുടുംബത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളെ കുടുംബത്തിൽ നിന്ന് വല്യപ്പയും പോയി. വല്യപ്പാൻ്റെ ഒരു മകളായ, അതായത് എൻ്റെ ചെറിയ അമ്മായിയും നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും സ്വർഗം നൽകി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗം നൽകി പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം എന്താണെന്ന് ഞാൻ പറയല്ല. ഭക്ഷണം എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ബീഫ് ബിരിയാണിയാണ്, നല്ല കുട്ടൻ ബിരിയാണി, നല്ല കീട്ടലും കുട്ടൻ ബിരിയാണിന് ഭക്ഷണം, ചിക്കൻ ചില്ലിയും കട്ടൻ ചായയും. ഏതായാലും ഒരു അടിപൊളി നോമ്പ് തുറയായി നമ്മൾ ഗംഭീരമായി പരിപാടിച്ചു. ഏകദേശം വാപ്പ വെച്ചിട്ട് 35 വർഷത്തിന് ശേഷം ഒരു അടിപൊളിയായിക്കാണ്ട് സംഭവം പരിപാടി നടത്തിയതാണ്. ഇതിൻ്റെ മുന്നേയൊക്കെ എല്ലാ പരിപാടിയും ദിവസം നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാ വർഷത്തിലും നടത്താറുണ്ട്. ഇതേമാതിരി ഗംഭീരമായി നടത്താറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ KT കുടുംബം പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്. ഒരു 11 മക്കളാണ്. ആ 11 മക്കൾക്ക് മരുമക്കൾ, പിന്നെ ഒരിക്കലും പേരക്കുട്ടികളെ കെട്ടിച്ചാവ് വേറെ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് വേറെ, കുട്ടികൾ വേറെ, അങ്ങനെ ഇതൊക്കെ കൂടുമ്പോഴത്തേന് ഒരു വമ്പം പരിപാടി തന്നെ, കല്യാണം വരെ തന്നെ കഴിച്ചാലുള്ള പരിപാടി ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ പിന്നെ കുറേ ആൾക്കാർ വരാത്തവരുണ്ട് കേട്ടോ. വന്നവർ കമ്മിയാണ്, എങ്കിലും കുറേ കുട്ടികൾ വരാത്തതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് തരണം. വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തി, കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിയാണ്ട് പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും സ്റ്റേ.